നമ്മുടെ പുതിയൊരു സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ആൾക്ക് പിന്നെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ക്ലയൻസ് ഉണ്ടാകും. സൺഡേ പക്ഷേ ആൾ ഓൺലൈൻ ക്ലാസ് മാത്രമാണ് എടുക്കുന്നത്. ജിമ്മിൽ പോക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ മൺഡേ ടു സാറ്റർഡേ ഫുള്ള് ക്ലയൻസിൻ്റെ അടുത്ത് പോവുക, ഓൺലൈൻ അതിൻ്റെ ഇടയിലുണ്ടാവും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കുറേ നാൾക്ക് ശേഷം നൂലപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞങ്ങൾ നൂലപ്പം എന്നാണ് പറയണത്. പലരും ഇടിയപ്പം, നൂൽപുട്ട് അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ദോശ തന്നെയായിരിക്കും. ദോശയും ചമ്മന്തിയും, ഇഡ്ഡലിയും ചമ്മന്തിയും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതും തിന്നും മടുത്തു. എന്നാൽ പിന്നെ ഒന്ന് മാറ്റി പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇടിയപ്പം എന്ന് പറഞ്ഞ് ഞാനും ഇപ്പോൾ ഇടിയപ്പം എന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഞാൻ കൂടുതലും നൂലപ്പം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നൂലപ്പം എന്ന് ഞാൻ ആരോടെങ്കിലും പറയുമ്പോൾ എന്നാൽ നൂലപ്പോ, അപ്പം ഞാൻ പറയും ഇടിയപ്പം എന്ന് പറയും. ഇപ്പം ഞാനും ഇടിയപ്പം എന്നാണ് കേട്ടോ പറഞ്ഞു തുടങ്ങിയേക്കുന്നത്. മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന് ഒരുപാട് സമയമെടുക്കും. ഒന്നാമത് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പം പിന്നെ നൂലപ്പം അങ്ങ് ഉണ്ടാക്കിയിട്ട് പാല് പിഴിഞ്ഞെടുക്കാം. തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ പഞ്ചസാരയിട്ട് കലക്കി എടുത്തിട്ട് ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നൂലപ്പം റെഡിയായി. ഇനി തേങ്ങാപ്പാൽ അടിക്കണം, ചായ വെക്കണം, ഇത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് ചായക്ക് നല്ല ചൂട് വേണ്ട കാരണം ഈ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അറ്റ് ലാസ്റ്റ് ആയിരിക്കും ഞാൻ ചായ വെക്കുന്നുണ്ടാവുക. എനിക്കുള്ള ചൂട് ചായ കിട്ടിയിട്ട് പിന്നെ ചാച്ചനുള്ള ചായ ചൂടാറ്റിയാൽ മതിയല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പാവം സൈഡായിട്ടോ. ആകെ ഒരു ഞായറാഴ്ച കിട്ടുന്നത് ഇങ്ങനെ സൈഡായിട്ട് കിടക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചാച്ചൻ വെളുപ്പിന് 5:30 ആകുമ്പോൾ എണീറ്റ് പോകും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിരിക്കും വരുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി 11:30-12 മണിയാവട്ടെ വരുമ്പോൾ. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ക്ലയൻറ്റ് ക്യാൻസലായാൽ മാത്രമാണ് ആള് വീട്ടിലേക്ക് വരാറുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ദൈവമേ, രാത്രി 12 മണിക്ക് വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഒരു മണി 1:30 ആവും കേട്ടോ. പിന്നെ വീണ്ടും നെക്സ്റ്റ് ഡേ വെളുപ്പിന് 5:30 എണീറ്റ് പോകണം. ആകെ ഒരു 3-4-5 മണിക്കൂറേ മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റാറുള്ളൂ. അപ്പം ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോൾ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് അങ്ങനെ നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ പോക്കില്ല. പകല് രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലും പോയി വേഗം വരും എന്നല്ലാണ്ട്. അപ്പോൾ പകലൊക്കെ ഫുള്ള് ആൾ കിടന്നുറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം ചാച്ചൻ പറഞ്ഞു, ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വലിയ ഡയലോഗ് അടിച്ചു കേട്ടോ. നീ വെക്കണ്ട ചിക്കൻ, ഞാൻ വെച്ച് കാണിച്ചു തരാം, ഇങ്ങനെ വെക്കണ്ടേന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ചിക്കൻ കറി ചാച്ചൻ്റെ വകയാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് കിച്ചണൊന്ന് കാലിയാക്കി കൊടുക്കണം. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി അങ്ങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചാച്ചൻ നോക്കിക്കോളും. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണല്ലോ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. മര്യാദയ്ക്ക് ചെയ്തു തുടങ്ങിയത് ഇപ്പോഴാണ്. ഇത്രയും നാളും ഫുള്ള് തട്ടിക്കൂട്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ മസാലക്കുത്ത് എന്നെ വിട്ട് പോകണില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് ശരിയായി വരുന്നുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് ശരിയായി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ ഈ കുക്കിങ്ങിൻ്റെ, അതായത് മസാലക്കുത്ത് നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇടുമ്പോൾ അതിൽ പലരും കമൻസ് ആയിട്ട് ഇടാറുണ്ട്, ഇന്ന പോലെ ചെയ്താൽ മതി ചേച്ചി, അത് മാറിക്കിട്ടും. പിന്നെ അത് മാത്രമല്ല, പേഴ്സണലി ഇൻസ്റ്റയിലൊക്കെ വന്ന് മെസ്സേജ് അയക്കാറുണ്ട്. പല റെസിപ്പീസും പറഞ്ഞിട്ട് കുറേ പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം പലരും ഒരു സൈഡിൽ കുറ്റപ്പെടുത്താനും ഒരു സൈഡിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും ഉണ്ട്. കാരണം എല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഇതേപോലെ ഓരോ തെറ്റുകൾ ഉണ്ടായാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും ഉണ്ട്, പിന്നെ നെഗറ്റീവ് പറയാനും കുറേ ആളുകളുണ്ട്. അത് ആ ഒരു ഓളത്തിൽ അങ്ങ് പോയിക്കോളും. പിന്നെ ചാച്ചന് എന്തുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും അതിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആൾ മുഖത്ത് നോക്കി കാര്യം പറയും. പിന്നെ ആൾ നല്ലോണം, അതായത് ആളൊരു ഫുഡിയാണ്, ഞാൻ അത്ര ഫുഡിയല്ല. അപ്പോൾ അത് കാരണം ഈ ചാച്ചനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെറൈറ്റി ഡിഷസൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനും കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരുവാണെങ്കിലും കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പലർക്കും ഈ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെയും നേച്ചറാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ആവണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ ചാച്ചനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ചാച്ചൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി തരുന്നൊരു ഭാര്യയായിരുന്നു ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ
അപ്പോൾ അതിൽ താഴെ വന്ന കുറച്ച് കമൻസ് ആണ്, ചാച്ചന് വെറൈറ്റി ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ചാച്ചന് പോയി ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ മക്കളെ നോക്കണ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മക്കളെ നോക്കേണ്ടത് രണ്ടുപേരും കൂടിയാണ്. ശരിയാണ്, മക്കളെ രണ്ടുപേരും കൂടിയാണ് നോക്കേണ്ടത്. എനിക്കൊരു ജോലിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം. കിച്ചണിലെ കാര്യങ്ങളായാലും പിള്ളേരുടെ കാര്യങ്ങളായാലും എല്ലാം ഷെയർ ചെയ്ത് ചെയ്യണം. കാരണം സിറ്റുവേഷൻ അതാണ്. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ അതല്ലല്ലോ. ചാച്ചൻ വെളുപ്പിന് എണീറ്റ് പോകുന്ന ഒരാൾ, എനിക്കാണെങ്കിൽ എങ്ങും പോകേണ്ട ആവശ്യമില്ല. അപ്പം ഞാനാണല്ലോ പിള്ളേരുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന എത്രയോ അമ്മമാരുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഉള്ള സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ചാച്ചൻ ഒറ്റയ്ക്കുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചാച്ചൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ എന്നുള്ളൊരു ചോദ്യം വരും. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ചാച്ചൻ ടൈറ്റേ ചെയ്യുള്ളൂ. രാവിലെ എണീറ്റ് കുറച്ച് ഓട്സ് ഉണ്ടാക്കാനൊന്നും അധികം സമയം വേണ്ടല്ലോ. കാരണം ഫ്രീലാൻസർ ആയതുകൊണ്ട് തന്നെ ചാച്ചൻ്റെ ക്ലയൻറ്റിൻ്റെ സമയം അനുസരിച്ചിട്ട് വേണം ചാച്ചന് അവിടെ പോകാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ, അതിപ്പോൾ ഞങ്ങളായാലും നിങ്ങളായാലും എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ചാച്ചൻ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നാളെ ചാച്ചന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാത്ത രീതിയിൽ സ്വന്തം കാലിൽ നിൽക്കണം എന്നും പറഞ്ഞിട്ട് ജോലിക്ക് പോകുമെന്ന് അന്നായാലും ഇന്നായാലും പറയുന്നൊരു വ്യക്തിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ DHA ട്രൈ ചെയ്തിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ദുബായിലേക്ക് വന്നപ്പോൾ ആ സമയത്ത് എനിക്കൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാവരോടും അഭിപ്രായം ചോദിക്കും, DHA എങ്ങനെ ഉണ്ടായിരുന്നു, എക്സാം എളുപ്പമാണോ എന്നൊക്കെ ചോദിച്ചാൽ അവരെല്ലാവരും എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് എനിക്ക് ആ പേടി തട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് ഡിലേ ആക്കി ഇവിടം വരെ എത്തിയിട്ടോ. പിന്നെ പ്രഗ്നൻ്റ് ആയി ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ജോലിക്ക് പോകാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു തുടങ്ങി. ഈ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളൊരു സംഭവം ഞാൻ എൻ്റെ ഒരു ജോലിയായിട്ട് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. കാരണം എനിക്ക് മാസം അതിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ട്. എന്നാലും ഒരു ഫിക്സഡ് സാലറി ഉള്ള ഒരു ജോബ് എന്നും നല്ല കാര്യം തന്നെയാണ്. നമുക്ക് സ്വയം തോന്നി ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി നല്ലതായിരിക്കുമല്ലോ. ഇത്രയും നാൾ ചാച്ചൻ പിന്നാലെ നടന്ന് ജോലിക്ക് പൊക്കോ എന്ന് പറയുമ്പോൾ എനിക്കത് തോന്നിയിട്ടില്ല. കാരണം ഞാൻ വിചാരിക്കുന്ന പിള്ളേർ കുറച്ചും കൂടി ആയിട്ടൊക്കെ പോയാൽ മതി എന്നാണ്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഓക്കെ പിള്ളേർ കുഴപ്പമൊന്നും ഇല്ല, എന്നാൽ പിന്നെ ഞാനും ട്രൈ ചെയ്യാം, എൻ്റെ കരിയറും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും DHA ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചത്. DHAയുടെയും ജോലിയുടെ അപ്ഡേഷൻസ് ഒന്നും ഞാൻ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നു കഴിയുമ്പോൾ പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കും. എനിക്ക് ആകെ ഒരു ലക്ഷ്യമുള്ളൂ. ഇത്രയും നാളെ ഞാനൊരു വാടിക്കുഴഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പിള്ളേർ വന്നതിന് ശേഷം എനിക്കെല്ലാവരും ആ ഒരു റൊട്ടീനിൽ ചെയ്യണം. അതിന് മുന്നായിട്ടുള്ള എൻ്റെ ഒരു ബ്രേക്ക് ടൈമിൽ ഇതൊക്കെ ശരിയാക്കി എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. പിന്നെ സെക്കൻഡറി ആണ് DHA ജോലി കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, വെളുപ്പിന് പോകുന്ന ആളുടെ അടുത്ത് ചാച്ച ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കിക്കോ, ലഞ്ചിനുള്ളത് ഉണ്ടാക്കിയിട്ട് പോയിക്കോ, പിള്ളേർക്കുള്ളത് നോക്കിക്കോ, പിള്ളേരെ നോക്കിക്കോ എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എണീക്കണേക്ക് മുമ്പേ അച്ഛൻ പോവും. അങ്ങനെ ഒരാളുടെ അടുത്ത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാൻ എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്ന കമൻസിനുള്ള റിപ്ലൈസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. കിച്ചണൊക്കെ ഞാൻ ഫുള്ള് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഞാൻ കട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും നേരം ആളവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കനൊക്കെ കട്ട് ചെയ്ത് പുരട്ടി അങ്ങ് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി കറി വെക്കുന്ന കേസൊക്കെ ചാച്ചൻ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചാച്ചൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയിലേക്ക് വരാം. എന്തൊക്കെയാണ് ആൾ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇന്ന് സ്പെഷ്യൽ എൻ്റെ ചിക്കൻ കറിയാണ്. റെസിപ്പിയൊക്കെ അത് കണ്ടോ? എത്ര മുളക് പൊടി എത്ര മഞ്ഞപ്പൊടി ഇതൊന്നും കയ്യും കണക്കൊന്നുമില്ല. ഇത് പ്രവാസി കറിയാണ്. അപ്പൊ ഇതിന് അളവുപോലൊന്നുമില്ല, എല്ലാവരും മനക്കണക്കാണ്. ഓക്കെ, ചിലപ്പോ കൊളാവും ചിലപ്പോ നന്നാവും. അങ്ങനെയൊന്നുമില്ല, കൊളൊന്നാവില്ല. ഇതൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇതിനെ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞിട്ടൊന്നും എളുപ്പായില്ലേ? ചിക്കനൊക്കെ വെട്ടി നുറുക്കി പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇളക്കിയാ എളുപ്പമൊന്നുമല്ല. ഇനിയാണ് കളി. ബാസ്കറ്റിലുണ്ട്. ബാസ്കറ്റല്ല, ഇവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞു വേസ്റ്റുകൾ വരുമ്പോ എപ്പോഴും ഒരു കവറോട് വെക്കണം. പിന്നെ അതിനു വേണ്ടി 10 കവർ എടുക്കുക ഓരോ കറി ഉണ്ടാക്കുമ്പോഴും. 10 കറിയല്ല, അതൊക്കെ എളുപ്പപ്പണിക്ക് ഇവിടെ വായിലൊക്കെ ഉണ്ടാകണ്ട. ഇങ്ങനെ വെക്കുക. അയ്യോ, വേസ്റ്റ് കളയാനായിട്ട് അറ്റം വരെ പോണല്ലോ. അപ്പാപ്പ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ വേസ്റ്റ് വരില്ല, മനസ്സിലാകണ്ടത്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അപ്പാപ്പ ക്ലിയർ ചെയ്യാറുണ്ട്. ഞാൻ അപ്പാപ്പ അവിടെ കൊണ്ട് കളയും. നീ ക്ലിയർ ചെയ്യുന്നത് നിന്റെ കൈ, നീ ക്ലിയർ ചെയ്യാൻ ആവുള്ള കാര്യമാണ്. അപ്പാപ്പ നിന്റെ കൈ ക്ലിയർ ചെയ്ത് നോക്കും. എനിക്ക് കൈ കഴുകണം. അതാ നീ ക്ലിയർ ചെയ്ത് നോക്കണം. അങ്ങനെയല്ല, ചുറ്റുപാട് നമ്മൾ ക്ലിയർ ചെയ്യണം. ചുറ്റുപാടും ക്ലിയർ ചെയ്യാൻ കൈയും ക്ലിയർ ചെയ്യും. കൈ മുറിക്കാനാണ് നീ സംസാരിക്കണം. എനിക്കറിയാം, പറയാ ശ്രദ്ധ കളഞ്ഞ കൈമുറിയെന്ന്. എടാ, ഒരു പ്രൊഫഷണൽ കുക്കിന്റെ ശ്രദ്ധ എത്ര പോയാലും കൈമുറിയൂല. അതേന്നാണല്ലോ നീ സ്വയം പറയണത്. കുക്കല്ല ഗൈസ്,
ഇത് വല്ലാത്തൊരു റെസിപ്പി ആയി മാറിയിട്ടുണ്ട്. എന്തത്? നിങ്ങൾ തുടക്കം നോക്കരുത്. തുടക്കം ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ഫിനിഷിങ് നോക്കിയാൽ മതി. ഫിനിഷിങ് അയ്യോ, തിന്നാൻ പറ്റുമോ എന്തോ? എന്തോ എന്ത് സുന്ദരി അമ്മക്ക്? ഏത് മോനെ? പപ്പ ചിക്കൻ കറി ഉണ്ടാക്കണുണ്ടാ? നോക്കിയേ, പപ്പയുടെ കറി കണ്ടാ നീ? പപ്പയുടെ കറി കണ്ടോ? എന്താ കളി? ഡോണു എവിടെ? ഡോണു എടാ എവിടെങ്കിലും നിന്ന് സംസാരിക്കടാ. എന്താ നീ സവാള വാടിയിട്ട് വേണ്ടേ തക്കാളി ഒക്കെ ഇടാനായിട്ട്? ഞാൻ നേരത്തെ ഇട്ടതാ തക്കാളി. ഞങ്ങൾ നേരത്തെ ഇടുന്ന തക്കാളി. അതുകൊണ്ട് കറി കൊളായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, മുട്ടക്ക് ദൈവമേ ചിക്കൻ ഇതിലിട്ട് വേസ്റ്റ് ആകണ്ട കേട്ടോ. വല്ല മുട്ടക്കറി ഞാൻ വെക്കി. ചാച്ച അത് വാടിയിട്ട് വേണം ഇടാൻ. ഇതിന് മേലെ ഞാൻ ഉണ്ടാക്കണതായിരുന്നു. എന്താ പോയാ? അതാ നല്ലതെന്ന്. കാരണം ഇതൊന്നും നടക്കാൻ പോണില്ല. എപ്പൊ തുടങ്ങിയ കുക്കിംഗ് ആന്നറിയോ ചാച്ച? എടാ വിശക്കണ്, ഇന്നെങ്ങാൻ കഴിയോ? 3:05 കുക്കിംഗ് തുടങ്ങിയായിരുന്നു. 4:10. തമ്പുരാന്, ഉച്ചക്കത്തെ ലഞ്ചിനുള്ള കറിയാണെന്ന് ഓർക്കണം നീ. എന്നോട് ചോദിക്കുന്നത് നീ ഭയങ്കര എക്സ്പേർട്ട് ആണെന്നല്ലേ പറഞ്ഞേ? നമ്മള് മസാല കുത്ത് വെച്ച് കറി ഉണ്ടാക്കണവള്. അല്ലാണ്ട് വെക്കാണ്ടറിയാഞ്ഞിട്ടല്ല. ഉച്ചക്കത്തെ ലഞ്ച് സ്കിപ്പായി, അത് നീ ഓർക്കണം. ലഞ്ച് എന്ന് പറയുന്നത് ദുബായാണ്. ഇവിടെ ലഞ്ച് 5 മണിക്കും 6 മണിക്കും കഴിക്കുന്ന ആൾക്കാരുണ്ട്. ജോലിക്ക് ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കും ലഞ്ച് വൈകുന്നേരമൊക്കെയാണ്. എടാ ഇന്ന് സൺഡേ അല്ലേ സൺഡേ എങ്കിലും ഒരു കാര്യം ചെയ്, ചായ വെക്കി, പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാം. പൊറോട്ട ചൂടാക്ക് ചാച്ചോയ്. ചോറ് അവിടെ ഉണ്ട്, ഒരു കല നിറയെ. എനിക്കിപ്പോ ചായ മതി, എനിക്ക് വയ്യപ്പോ ചോറിന്. അതിന് മാത്രം ഒരു കുറവുമില്ല. പോയി വെക്കും മനുഷ്യ. ഇല്ല, ഡൗൺ ആയില്ല, പോ. ഗൈസ്, അങ്ങനെ ഹൽക്കൻ സ്പെഷ്യൽ ചിക്കൻ കറിയുടെ ലാസ്റ്റ് ടച്ചപ്പിലേക്ക് കിടക്കുകയാണ്. ഓക്കേ, കം. Snake, please. Excuse me. Snake, please. Snake. മനുഷ്യ വെളിച്ചെടുത്തിട്ടില്ലേ? മുമ്പ് വെളിച്ചെണ്ണ ഒഴിച്ചില്ലാട്ടോ, അതുകൊണ്ട് ഇപ്പോൾ ഒഴിക്കണം. ലാസ്റ്റ് ഇതേ ഓവറാക്കി ചാളാക്ക് മനുഷ്യൻ. നല്ല ഫുഡ് നോക്കണം. ആ കഴിഞ്ഞാ? ഇനി കിച്ചൺ ഫുള്ള് ഞാൻ എങ്ങനെയാണ് ഇട്ടത് അതേപോലെ ക്ലീൻ ആക്കി വെച്ചു. ഇല്ല അതൊരു മാനേഴ്സ് ആണ്. നമ്മള് ആര് കിച്ചണിൽ കയറിയാലും ആ ആള് ക്ലീൻ ചെയ്യണം. അതെന്തിനാ പറയണേ? അങ്ങനെയല്ലേ? ഇപ്പൊ ഞാനില്ലാന്നുണ്ടെങ്കിൽ നീ കറി വെക്കുമ്പോ കിച്ചൺ ക്ലീൻ ആക്കൂലേ? അല്ല, ഞാൻ പാവല്ല, ഞാൻ ദുഷ്ടത്തിയാണ്. അതെ, ഞാൻ ദുഷ്ടത്തിയാ. വേഗം ക്ലീൻ ചെയ്യും. എന്നാ പാത്രം കഴുകണം. ഈ ഗ്യാസ് ഒക്കെ ക്ലീൻ ചെയ്ത് നോക്കി, ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യണം. എന്തോ അന്ന് വേണ്ട, ആ സ്ലാബ് എങ്കിലും ക്ലീൻ ചെയ്ത് വെക്കി. ഓക്കെ, ചെയ്തോ? ഓക്കെ, ചെയ്. ഞാൻ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. ചോറ് കുറച്ച് അധികം ഉണ്ടേ. നല്ല കറി ആയതുകൊണ്ട് നമ്മള് കുറച്ച് ചോറ് കൂടുതലുണ്ട്. ഉണ്ടാക്കിയ ആളെ ലെഗ് പീസ് എടുക്കട്ടെ, കുറച്ച് ഇളക്കിയേക്കാം, നല്ല ടേസ്റ്റ് വരും. കറി കണ്ടേ, ലെഗ് പീസ്. ചങ്ങടൊക്കെ കഴിഞ്ഞില്ല പെട്ടെന്നില്ലേ? ഒരു കാരണമാണോ പറ്റിപ്പോയില്ല. 1 മണിക്കൂറായില്ലായിരുന്നു. മതി ഗൈസ്,
ഒരുപാട് എടുത്തു കഴിഞ്ഞാലേ അതിനകത്തേക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ബ്രോ കറിയുന്നുണ്ട്, ബ്രോ കറിയുന്നുണ്ട്.